അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജുമാ ഖുതുബക്കിടയിൽ ഇമാമ് രണ്ട് കൈകളും ഉയർത്തി ദുആ ഇരക്കുന്നു, മഅ്മൂമിങ്ങളും കൈകൾ ഉയർത്തി ദുആ ഇരക്കുന്നു. ഇത് ശരിയാണോ? ഇതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇമാമ് ഖുതുബ നടത്തുന്ന സമയത്ത് കൈകൾ ഉയർത്തി ദുആ ഇരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് പ്രകാരം മഴയ്ക്ക് വേണ്ടിയുള്ള സന്ദർഭത്തിലാണ്. മഴ കൂടിയപ്പോഴും മഴ ലഭിക്കാതെ വന്നപ്പോഴും കൈകൾ ഉയർത്തി ദുആ ചെയ്തു എന്ന ഹദീസിൽ കാണാൻ കഴിയും. അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകും. അങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്താൽ, ഇമാമ മിമ്പറിൽ വെച്ച് കൈ ഉയർത്തി ദുആ ചെയ്യുന്നു, മഅ്മൂമിങ്ങളും കൈ ഉയർത്തി ദുആ ചെയ്യുന്നു, അതിൽ തെറ്റുണ്ടോ? കാരണം ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം, ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്തതിന്റെ പേരിൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതായി കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, ഉമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ബിശ്ർ ബിൻ മിർവാൻ അലൽ മിമ്പർ റാഫിഅൻ യദൈഹി, ബിശ്ർ ബിൻ മിർവാൻ മിമ്പറിൽ വെച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ദുആ ഇരക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഉമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈ, രണ്ട് കരങ്ങളെയും അല്ലാഹു വിരൂപമാക്കട്ടെ. ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസീദു അലാ യഖൂല ബി യദിഹി ഹാകദാ, പ്രവാചകൻ കൈകൊണ്ട് വശറ ബി ഇസ്ബഇഹിൽ മുസബ്ബഹ, ചൂണ്ടിവിരൽ കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുമെന്നല്ലാതെ കൈകൾ ഉയർത്തി ദുആ ചെയ്തതായി കണ്ടിട്ടില്ല എന്ന് കൈകൾ ഉയർത്തി ദുആ ചെയ്ത ഈ ബിശ്ർ ബിൻ മിർവാനെ ആക്ഷേപിച്ചുകൊണ്ട് ഉമാറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഈ റിപ്പോർട്ടിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിമ്പറിൽ വെച്ച് മഴയ്ക്ക് വേണ്ടിയോ മഴ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലോ മഴ അധികമാകുന്ന സാഹചര്യത്തിലോ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റ് രംഗങ്ങളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഈ റിപ്പോർട്ടിനെ അധികരിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ കഴിയും. മാത്രമല്ല, ഈ വിഷയത്തിൽ ആലിമ്യങ്ങൾ നടത്തുന്ന ചർച്ചയും ശ്രദ്ധേയമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വയിൽ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. മാ ഹുക്മു റഫ്ഉൽ യദൈനി വതഅ്മീനി ഇൻദ ദുആഇൽ ഖതീബ് ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ഖതീബ് കൈകൾ ഉയർത്തി ദുആ ഇരക്കുന്നതിന്റെ വിധി എന്താണ്? ഫജാബ, അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, റഫഅൽ യദൈനി ലൈസ ബിമശ്റൂഇൻ ഫി ഖുതുബത്തിൽ ജുമുഅത്തി വലാ ഫി ഖുതുബത്തിൽ ഈദ്, ഈദ് ഖുതുബയാവട്ടെ ജുമുഅ ഖുതുബയാകട്ടെ കൈകൾ ഉയർത്തി ദുആ ഇരക്കാൻ തെളിവില്ല. ഖതീബ് വലാലിൽ മുസ്തമിഈൻ, ഖതീബിനാണെങ്കിലും ശ്രോതാക്കൾക്കോ മഅ്മൂമിങ്ങൾക്കാണെങ്കിലും അതിന് തെളിവില്ല. അമ്മ തഅ്മീനു അല ദുആഇൽ ഖതീബ് ഫി ഖുതുബത്തിൽ ജുമുഅത്തി വമശ്റൂ, എന്നാൽ ഖുതുബക്ക് ഇമാം ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക എന്നുള്ളത് ശറഈലുള്ളത് തന്നെയാണ്. വലാകിൻ യകൂനു ബിസൗത്തിൻ ഖഫീൻ ബൈനഹു വബൈന നഫ്സി, സ്വന്തം നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ ആമീൻ പറഞ്ഞാൽ മതി. വലാ യർഫഉ സൗതഹു വലാ യർഫഉ യദൈഹി, കൈകൾ ഉയർത്തുകയോ ബഹളാത്മകമായ രൂപത്തിൽ ശബ്ദമുയർത്തി ആമീൻ പറയുകയോ ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് സ്വന്തം നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ ആമീൻ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഈ ചർച്ചയിൽ അദ്ദേഹം നൽകുന്ന മറുപടി. ചുരുക്കി പറഞ്ഞാൽ, ഇമാം മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തി ദുആ ചെയ്തത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, മഴ ഇല്ലാതെ വന്നപ്പോഴും മഴ അധികരിച്ചപ്പോഴും. ഇല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടില്ല. ഇത് വളരെ കൃത്യമായി കൈകൾ ഉയർത്തി ദുആ ചെയ്ത സംഭവത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പോലും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ് ആമുഖമായി സൂചിപ്പിച്ചത്. അതുകൊണ്ട് കൈകൾ ഇമാമും മഅ്മൂമിങ്ങളും ഉയർത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. ജുമാ ഖുതുബയാണെങ്കിലും പെരുന്നാൾ ഖുതുബയാണെങ്കിലും ദുആ ഇരക്കുമ്പോൾ ആമീൻ എന്ന് പറയുക, കൈകൾ ഉയർത്തേണ്ടതില്ല. അത് നമസ്കാരത്തിൽ യർതജു ബിഹൽ മസ്ജിദ്, പള്ളി പ്രകമ്പനം കൊള്ളുമാർ ആമീൻ പറഞ്ഞു എന്ന രൂപത്തിലും ദുആഇന്റെ സമയത്ത് ആമീൻ പറയേണ്ടതില്ല. സ്വന്തം നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ ആമീൻ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.